നമസ്കാരം. നടനും രാജ്യസഭാ എം പി ആയിട്ടുള്ള കമൽഹാസനെ ബഹിഷ്കരിക്കാൻ തമിഴ്നാട് സംഘികളുടെ ആഹ്വാനം. തമിഴ്നാട് സംഘി എന്ന് പറഞ്ഞാൽ അറിയാലോ, കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് പോലെ തന്നെ തമിഴ്നാട്ടിലെ മറ്റൊരു വാഴയായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ ആഹ്വാനമാണ്. അവിടെയൊന്നും അറിയാലോ, BJP കച്ചി തൊടാത്തൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിയിൽ കമൽഹാസൻ എം പി സനാതന ധർമ്മത്തെ വിമർശിച്ചതാണ് ഇപ്പോ സംഘികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടൻ സൂര്യയുടെ നേതൃത്വത്തിലുള്ള അഗരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആ ഫൗണ്ടേഷൻ പഠിപ്പിച്ച 11 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിൽ വെച്ചിട്ട് കമൽഹാസൻ പറഞ്ഞു, വിദ്യാഭ്യാസം കൊണ്ടുവേണം സനാതനം പോലുള്ള അനാചാരങ്ങളെ സമൂഹത്തിൽ നിന്ന് നീക്കിയെറിയാൻ. അതിനുവേണ്ടി നിങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള നിർദ്ദേശം ചടങ്ങിൽ വെച്ചിട്ട് കമൽഹാസൻ അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികളോട് പറഞ്ഞു. ഇതാണ് സംഘികളുടെ കുരു പൊട്ടിച്ചത്. നേരത്തെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനോടും ഇതേ രീതിയിൽ സനാതന ധർമ്മത്തെ വിമർശിച്ചു എന്ന പേരിൽ ഇടയ്ക്ക് വാലും പൊക്കി ചാടിയിരുന്നു. കുറച്ചു ദിവസം ചാടി തണുത്ത് അതേ വഴി പോയി. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാചകത്തിൽ നിന്ന് അണുകിട പുറകോട്ട് പോയില്ല. അന്ന് സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞത്, സനാതന ധർമ്മം ഈ നാട്ടിലെ മലേറിയയും കൊറോണയും പോലുള്ള വൈറസുകളെ പോലെയാണ്. അത് ഈ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയേണ്ടതുണ്ട്. യാഥാർത്ഥ്യമല്ലേ? സമൂഹത്തിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, ചാതുർവർണ്ണയത്തിലേക്ക് നടത്തിക്കുന്ന ആ ഒരു ആശയത്തെ ഇല്ലാതാക്കണം എന്നുള്ള ചിലരുടെ അഭിപ്രായം, അവർക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലിരുന്ന് അത് പറയാൻ പാടില്ലേ? അത് പറയുക മാത്രമാണ് കമൽഹാസൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സംഘികൾ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ സിനിമ കാണരുത്, വ്യക്തിയെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനമാണ് തമിഴ്നാട് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്നത്. ആ ആഹ്വാനം ഇപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നേരത്തെ ഈ സനാതന ധർമ്മത്തിനെതിരെ ഉദയനിധി സ്റ്റാലിനെതിരെ ഇങ്ങനെ ബഹിഷ്കരണം കൊണ്ടുവന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡും വലിയ സ്വീകരണവുമാണ് സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. പോരാത്തതിന് ഉദയനിധി സ്റ്റാലിൻ കേരളത്തിലെ SFIയുടെ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിച്ച പരിപാടിയിൽ പോലും ആ സംഘികളുടെ വിമർശനം അല്ലെങ്കിൽ സംഘികളുടെ ബഹിഷ്കരണം വന്നതിന് പിന്നാലെ വന്ന് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് കേരളത്തിലെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയും അവസ്ഥ. നിങ്ങൾ ആരെയാണോ ബഹിഷ്കരിക്കുന്നത്, സംഘികൾ ആരെയാണോ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്, അവരെ നെഞ്ചോട് ചേർക്കുക, അവരെ ഏറ്റെടുക്കുക എന്നുള്ളത്, അത് തമിഴ്നാട്ടിലാണെങ്കിലും ശരി കേരളത്തിലാണെങ്കിലും ശരി, അതാണ് ഈ നാട്ടിലെ വേറൊരു തരത്തിലുള്ള ആചാരം. അതായത് കമൽഹാസനെ കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യം പോലും ഇല്ല. തെന്നിന്ത്യൻ നടനാണെങ്കിൽ പോലും കേരളവുമായി അഭേദ്യ ബന്ധമുള്ള നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ ഈ അടുത്ത കാലത്താണ് രാജ്യസഭാ MP ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. ഒരു രാജ്യസഭാ MP ആയിട്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുമ്പോൾ, ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്നത് ഒരു തെറ്റായ ആശയമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഈ നാട്ടിൽ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഏതെങ്കിലും പഴയ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ രാജ്യമല്ലെന്ന് മാത്രമേ അവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ. തമിഴ്നാട്ടിലുള്ള സംഘികളെല്ലാം കൂടി ഇപ്പൊ വാലും പൊക്കി ചാടിക്കഴിഞ്ഞാൽ കമൽഹാസന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം അങ്ങനെ എന്തെങ്കിലും വാലുമൊക്കെ ചാടിയാൽ അവിടെ DMK ആണ്, സ്റ്റാലിനാണ്. ഒന്നാമത് സംഘികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രക്തത്തിന് പിടിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വേലത്തര ഇറക്കി കഴിഞ്ഞാൽ, നേരത്തെ അവിടെ ഒരു IAS കാരനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഓടേണ്ടി വന്നത്, അതുപോലെ ആയിരിക്കും സംഘികളുടെ അവസ്ഥ. അതുപോലെ തന്നെയാണ് കേരളത്തിലെയും. കേരളത്തിൽ ഇപ്പോ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ബഹിഷ്കരണ ആഹ്വാനം ചെയ്തു എന്ന് കരുതിക്കൊണ്ട് കേരളത്തിൽ വന്ന കമൽഹാസനെ ഒന്നും ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹം അന്തസ്സായിട്ട് ഇവിടെ വന്ന് പരിപാടികൾ പങ്കെടുത്തു പോകും. അതുകൊണ്ട് സംഘികൾ ആവശ്യമില്ലാതെ ഈ ഇമാതിരി ബഹിഷ്കരണമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സിനിമകൾ റിലീസ് ചെയ്താൽ കാണരുതെന്ന് പറഞ്ഞാൽ കൂടോടെ പോയി കാണുന്നതാണ് കേരളത്തിന്റെ കൾച്ചർ. അത് തമിഴ്നാട്ടിൽ സംഭവിക്കും. അതുകൊണ്ട് വെറുതെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സനാതന ധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ബഹിഷ്കരിച്ച് കളയാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇല്ലാതായി പോവുകയല്ല ചെയ്യുന്നത്. അവർ ജനങ്ങളുടെ ഒരു സൂപ്പർ ഹീറോ ആയി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറക്കണ്ട എന്ന് മാത്രമേ തമിഴ്നാട് രാജീവ് ചന്ദ്രശേഖരനെയും അവിടുത്തെ സംഘികളെയും അത് ഏറ്റെടുക്കാൻ കാത്തിരിക്കുന്ന ഇവിടത്തെ സംഘികളോടും പറയാനുള്ളൂ.